ഹലോ, എല്ലാവർക്കും സിവിൽ സർവീസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്ത് എന്ന ബുക്കിന്റെ ജുഡീഷ്യറി എന്ന ഭാഗത്തിലെ PIL പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അഥവാ പൊതു താൽപര്യ ഹർജി എന്ന ടോപ്പിക്കാണ്. എന്താണ് PIL എന്ന ആശയം നമ്മൾ കടമെടുത്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യയിലെ ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് PIL വന്നത്. ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ മേക്കിംഗ് ബൈ ജഡ്ജസ്, അതിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുവന്ന ആശയമാണ് PIL is for the enforcement of justice to the deprived sections. അതായത് സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി അതുപോലെ എഡ്യൂക്കേഷണലി വീക്ക് ആയിട്ടുള്ള ഒരു ജനവിഭാഗം അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ഒരു ജനവിഭാഗം, ഇത്തരം ആളുകളുടെ റൈറ്റ്സിന്റെ വയലേഷൻ സംഭവിക്കുമ്പോൾ അവർക്ക് കോർട്ടിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള അറിവുകളോ ഒന്നും തന്നെ ഉണ്ടായില്ല. അപ്പോൾ ഇവർക്ക് ജസ്റ്റിസ് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള ഏതൊരു സിറ്റിസണും ഇത്തരം ജനവിഭാഗത്തിന്റെ റൈറ്റ്സിന്റെ വയലേഷൻ അഡ്രസ് ചെയ്തുകൊണ്ട് കോർട്ടിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ഫയൽ ചെയ്യുന്ന പെറ്റീഷൻസിനെയാണ് നമ്മൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അഥവാ പൊതു താൽപര്യ ഹർജിയായിട്ട് കണക്കാക്കുക. ഇന്ത്യയിൽ PIL കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ് റിലാക്സേഷൻ ഓഫ് ലോക്കസ് ട്രെൻഡി. ലോക്കസ് ട്രെൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെ റൈറ്റിന് വയലേഷൻ സംഭവിക്കുമ്പോൾ ആരുടെ റൈറ്റിനാണോ വയലേഷൻ സംഭവിച്ചത് അയാൾക്ക് മാത്രമേ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനുള്ള അധികാരമുള്ളൂ എന്നുള്ളതാണ് ലോക്കസ് ട്രെൻഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ റിലാക്സ് ചെയ്തിട്ട് എനി സിറ്റിസൺ ക്യാൻ മൂവ് ടു ദ കോർട്ട് എന്നുള്ള ഒരു ആശയമാണ് PIL കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ജനവിഭാഗത്തിന്റെ റൈറ്റ്സിന് വയലേഷൻ സംഭവിക്കുമ്പോൾ അത് പബ്ലിക് ഇൻട്രസ്റ്റിലുള്ളതാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു PIL കോടതിയിൽ ഫയൽ ചെയ്യാവുന്നതാണ്. ഫീച്ചേഴ്സ് ഓഫ് PILന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആദ്യത്തേത്, അത് ലീഗൽ എയ്ഡ് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് PIL ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അതൊരു സാധാരണ പെറ്റീഷൻ പോലെയല്ല, അതിന് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് പബ്ലിക് ഇൻട്രസ്റ്റ് നടപ്പിലാക്കാനും പബ്ലിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് PIL കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ PIL നമ്മൾ കാണുക, ഇറ്റ് ഇസ് എ കോപ്പറേറ്റീവ് എഫേർട്ട് ബിറ്റ്വീൻ പെറ്റീഷണർ, സ്റ്റേറ്റ് ആൻഡ് പബ്ലിക് അതോറിറ്റി ആൻഡ് ദ കോർട്ട്. അതായത് ഈ പെറ്റീഷൻ ഫയൽ ചെയ്ത ആളും പിന്നെ സ്റ്റേറ്റ് അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റി, നിയമം കൈകാര്യം ചെയ്യുന്ന അതോറിറ്റിയും അതുകൂടാതെ കോർട്ടും കൂടി ചേർന്ന് കോപ്പറേറ്റീവായി ജസ്റ്റിസ് ഡെലിവറി നടത്താനായിട്ട് ശ്രമിക്കുന്നതാണ് നമ്മൾ PIL കാണുക. പിന്നെ ഇത്തരം കേസുകളിൽ കോർട്ട് കുറെ കൂടെ അസേർട്ടീവും ക്രിയേറ്റീവും ആയിരിക്കും. അതുകൂടാതെ തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും കോർട്ടിനുള്ളത്. ഒരു പോസിറ്റീവ് ജഡ്ജ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ജസ്റ്റിസ് ഡെലിവറിയുടെ സമയത്ത് കോർട്ട് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. പക്ഷേ എടുക്കുന്ന പ്രൊസീഡിങ്സ് ഒരു നോൺ ജുഡീഷ്യൽ പ്രിൻസിപ്പിൾ ആയിരിക്കും. നിയമവ്യവസ്ഥിതിക്ക് അറിവുള്ള ഒരു ജുഡീഷ്യൽ പ്രിൻസിപ്പിൾ വേണം പ്രൊസീഡിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നോ അഡ്ജുക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, അതായത് ഇൻഡിവിജ്വൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് ഒന്നും PIL എന്റർടൈൻ ചെയ്യില്ല. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് PIL ആണ്. എന്തൊക്കെയാണ് PILന്റെ സ്കോപ്പിൽ വരുന്ന കാര്യങ്ങൾ? ഫസ്റ്റ് വൺ, ബോണ്ടഡ് ലേബർ. അടുത്തത് അവഗണിക്കപ്പെട്ട കുട്ടികൾ, നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ. പിന്നെ മിനിമം വേജ് കൊടുക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെറ്റീഷൻസ് എല്ലാം നമുക്ക് PIL ആയി ഫയൽ ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ പെറ്റീഷൻ ഫ്രം ജയിൽ, അതായത് ജയിലിൽ നടക്കുന്ന ഹറാസ്മെന്റോ അല്ലെങ്കിൽ ജയിലിലെ ശിക്ഷയുടെ കാലാവധിക്ക് മുമ്പേ റിലീസാകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ 14 വർഷം ജയിലിൽ കഴിഞ്ഞതിന് ശേഷവും റിലീസാവാത്ത സമയങ്ങളിലുള്ള പെറ്റീഷൻസോ, അതുകൂടാതെ ജയിലിൽ വെച്ച് സംഭവിക്കുന്ന മരണം, ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്കുള്ള ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ആൾ ജാമ്യത്തിലുള്ള റിലീസ്, അതുപോലെ ട്രയൽ വേഗത്തിലാക്കാനുള്ള പെറ്റീഷൻസ്, ഇതെല്ലാം PIL ആയിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഇത് കൂടാതെ പെറ്റീഷൻസ് അഗെയിൻസ്റ്റ് പോലീസുകാരിൽ നിന്ന് വരുന്ന ഹറാസ്മെന്റും അരിസ്റ്റോക്രസീസിനും എതിരായിട്ടുള്ള പെറ്റീഷൻസ് നമുക്ക് PIL ആയി ഫയൽ ചെയ്യാവുന്നതാണ്. പിന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, അതിനെതിരെയുള്ള പെറ്റീഷൻസും PIL ആയി ഫയൽ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് ഹറാസ്മെന്റ് ഓഫ് SC/ST വില്ലേജസ്, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന വില്ലേജസ് ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ മറ്റ് വില്ലേജേഴ്സിൽ നിന്ന് വരുന്ന ഹറാസ്മെന്റോ അല്ലെങ്കിൽ അവിടെയുള്ള പോലീസോ മറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നോ ഒക്കെ നേരിടേണ്ടി വരുന്ന ഹറാസ്മെന്റിനെതിരായിട്ടുള്ള പെറ്റീഷൻസും നമുക്ക് PIL ആയി ഫയൽ ചെയ്യാവുന്നതാണ്. പിന്നെ അതുകൂടാതെ എൻവയോൺമെന്റൽ ഇഷ്യൂസും ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസും ഭക്ഷണത്തിൽ മായം കലർത്തുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഹെറിറ്റേജ് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇഷ്യൂസിനെല്ലാം നമുക്ക് PIL ആയിട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. റൈറ്റ് വിക്ടിംസിന്റെ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും PIL ആയി ഫയൽ ചെയ്യാവുന്നതാണ്. അവസാനമായി ഫാമിലി പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്കും PIL കൊടുക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് PIL അല്ലാത്തത്? കേസസ് ദാറ്റ് ആർ നോട്ട് എന്റർടൈൻഡ് ആസ് PIL. ആദ്യത്തേത്, ഭൂ ഉടമയും അതുപോലെ അവിടെ താമസിക്കുന്ന വാടകക്കാരനും തമ്മിലുള്ള മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ലാൻഡ് ലോട്ട് ടെനന്റ് മാറ്റേഴ്സ്. പിന്നെ പെൻഷനും ഗ്രാറ്റുവിറ്റിയുമായിട്ട് സംബന്ധിച്ചുള്ള ഇഷ്യൂസ്,
പിന്നെ അത് കൂടാതെ സെൻട്രലിന്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെയോ ഡിപ്പാർട്ട്മെന്റ്സിനെതിരായിട്ടുള്ള കംപ്ലൈന്റ്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്കോപ്പിൽ പെടാത്ത കംപ്ലൈന്റ്സ്, ഇത്തരം കാര്യങ്ങൾ PIL ആയിട്ട് കണക്കാക്കില്ല. അതുകൂടാതെ മെഡിക്കൽ കോളേജോ അതുപോലെ തന്നെ മറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ PIL ആയിട്ട് ഫയൽ ചെയ്യാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ ഹൈക്കോർട്ടിലും സബോർഡിനേറ്റ് കോർട്സിലും പെൻഡിങ് ആയി കിടക്കുന്ന കേസസിന്റെ ഹിയറിംഗ് നേരത്തെ ആക്കാനുള്ള പെറ്റീഷൻസ്, അത് PIL ആയിട്ട് കണക്കാക്കുന്നതല്ല. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് PIL ആണ്. ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 226 കൊടുക്കുന്ന പവർ അനുസരിച്ച് ഏത് ഒരാൾക്കും ഒരു കോർട്ടിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ ഫയൽ ചെയ്യപ്പെടുന്ന ഒരു പെറ്റീഷൻ കോടതിക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പെറ്റീഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ കോർട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി ബൗണ്ട് ടു പ്രൊട്ടക്ട് ദ പീപ്പിൾ. ആരുടെയാണോ റൈറ്റ്സിന് വയലേഷൻ വന്നിരിക്കുന്നത് ആ ആളുകളുടെ പ്രൊട്ടക്ഷൻ അത് കോർട്ടിന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് വഴി പബ്ലിക് ഇമ്പോർട്ടൻസ് വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് വരികയോ അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ അത് സ്റ്റേറ്റ് കാരണം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ലെറ്ററോ ഒരു ടെലഗ്രാമോ PIL ആയിട്ട് കോടതിക്ക് പരിഗണിക്കാവുന്നതാണ്. അതായത് ഒരാൾ നേരിട്ട് ചെന്ന് ഒരു കേസ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ് അഗെയിൻസ്റ്റ് ദ പബ്ലിക് എന്ന് പറയുന്ന വലിയ വലിയ ഇഷ്യൂസിൽ ഒരു ലെറ്ററോ ഒരു ടെലഗ്രാമോ PIL ആയിട്ട് കോടതിക്ക് കണക്കാക്കാവുന്നതാണ്. ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, അതായത് ഒരു വലിയ കൂട്ടം ആളുകളുടെ റൈറ്റ്സിന്റെ വയലേഷൻ സംഭവിക്കുമ്പോൾ കോർട്ടിന് വേണമെങ്കിൽ ആർട്ടിക്കിൾ 14, അതായത് ഇക്വാലിറ്റി ബിഫോർ ലോയും ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സും ഇൻവോക്ക് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. ഒരു റീസണബിൾ ആൻഡ് ഫെയർ ട്രയലിന് അത് സഹായകമാവും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ലോക്കസ് സ്റ്റാൻഡി റിലാക്സ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കോർട്ടിന് പ്രഥമ ദൃഷ്ടിയ ഈ പറയുന്ന വയലേഷനെ കുറിച്ച് ബോധ്യമാവുകയാണെങ്കിൽ ഗവൺമെന്റിന് ഈ പെറ്റീഷന്റെ മെയിൻറ്റൈനബിലിറ്റി, അതായത് അതിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ സാധിക്കുന്നതല്ല. കോർട്ട് അതിന് ചിലപ്പോൾ അലവ് ചെയ്തില്ല എന്ന് വരാം. പിന്നെ പൂർണ്ണമായും പ്രൈവറ്റ് ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ PIL ആയിട്ട് കണക്കാക്കില്ല. അത്തരം ഡിസ്പ്യൂട്ട്സിന് PIL ആയിട്ട് ഫയൽ ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ അടുത്തത്, ഇങ്ങനെ വയലേഷനെ കുറിച്ച് ബോധ്യമായി കഴിഞ്ഞാൽ ഇത്തരം ഡിസ്പ്യൂട്ട്സിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും കമ്മീഷൻസിനെ ഫോം ചെയ്യാനോ അതിന് ചുമതലപ്പെടുത്താനോ അധികാരമുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മാനേജ്മെന്റ് ഇത്തരം കമ്മീഷൻസ് ഏറ്റെടുക്കാൻ ഉത്തരവിടാനുള്ള അധികാരവും കോടതിക്ക് ഉണ്ട്. പിന്നെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു ലോ, അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ലോയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഉള്ള റിട്സ് ഒന്നും തന്നെ PIL വഴി ഫയൽ ചെയ്യാൻ പാടുള്ളതല്ല. അത് സെപ്പറേറ്റ് ആയി ഫയൽ ചെയ്യണം. പിന്നെ ഗൈഡ് ലൈൻസ് ഫോർ അഡ്മിറ്റിംഗ് PIL. ഒരു PILനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? അപ്പൊ PIL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്കോപ്പ് വളരെ വൈഡാണ്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ അതിന്റെ മിസ്യൂസ് തടയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കോടതികൾ ചെയ്യേണ്ടത് എൻകറേജ് ജെനുവിൻ PIL ആൻഡ് ഡിസ്കറേജ് ഇറലവന്റ് വൺ. ജെനുവിൻ ആയിട്ടുള്ള PILകൾ മാത്രം എൻകറേജ് ചെയ്യുക, മറ്റുള്ളതൊക്കെ കണക്കിലെടുക്കാണ്ടിരിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഹൈക്കോടതികൾ തന്നെ റൂളുകൾ ഉണ്ടാക്കണം. ഏതാണ് ജെനുവിൻ ഏതാണ് ഇറലവന്റ് എന്ന് തീരുമാനിക്കേണ്ടത് ഓരോരോ ജഡ്ജിമാരുടെ ഉത്തരവാദിത്തമല്ല. നേരെ മറിച്ച് ഹൈക്കോടതികൾ അതിന് വേണ്ടിയിട്ടുള്ള റൂൾസും പ്രൊസീജിയേഴ്സും എല്ലാം ഉണ്ടാക്കണം. അതുപോലെ തന്നെ പ്രൈമ ഫേസ് വെരിഫിക്കേഷൻ ഓഫ് പെറ്റീഷണർ ക്രെഡൻഷ്യൽസ് ബൈ ദ കോർട്ട്. ഇത് ഫയൽ ചെയ്ത പെറ്റീഷണറുടെ ക്രെഡൻഷ്യൽസ് എല്ലാം തന്നെ പ്രഥമ ദൃഷ്ട്യാ കോടതി വിശകലനം ചെയ്യണം. അതുപോലെ തന്നെ ഈ പറയുന്ന ഫയൽ ചെയ്തിരിക്കുന്ന PILലെ കണ്ടന്റ്, അതിന്റെ കറക്റ്റ്നെസ്, അത് എത്രമാത്രം ശരിയാണെന്നുള്ള കാര്യങ്ങളും കോടതി പ്രഥമ ദൃഷ്ട്യാ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കേസിന് സബ്സ്റ്റാൻഷ്യൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നും കൂടെ കോടതി ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ലാർജ് പബ്ലിക് ഇൻട്രസ്റ്റ്, കൂടുതൽ പബ്ലിക് ഇൻട്രസ്റ്റോ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം. അത്തരം PILകൾ ആദ്യം പരിഗണിക്കണം. പിന്നെ ഇത്തരം PILകൾ ഒരു പോസിറ്റീവ് ജഡ്ജ്മെന്റ് കൊടുക്കുന്നത് വഴി പേഴ്സണൽ ഗെയിൻ, ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഗെയിൻ ഒന്നും ആർക്കും ഉണ്ടാവുന്നില്ല എന്ന് കോടതി എൻഷുർ ചെയ്യണം. ഇതിൽ എന്തെങ്കിലും ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ടോ ഇത്തരം PILകൾ ഫയൽ ചെയ്യുന്നത് വഴി, അതിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു എക്സംപ്ലറി കോസ്റ്റ്, അതായത് ഒരു പെനാൽറ്റിയോ പണിഷ്മെന്റോ എന്തെങ്കിലും തന്നെ അത്തരം ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും